നമ്മുടെ മലയാളത്തിലെ ഒരുപാട് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പോലെ നമുക്ക് പകരം വയ്ക്കാൻ പറ്റാത്ത കുറേ താരങ്ങൾ അവരെ കൊണ്ട് അഭിനയിപ്പിക്കാൻ പറ്റിയല്ലോ അപ്പൊ അതില് ഏറ്റവും താങ്കളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ആരാ? ഞാൻ പറഞ്ഞു ഇവരെല്ലാവരും പ്രിയപ്പെട്ടവരായിരുന്നു. ഇപ്പൊ ഉണ്ണിയേട്ടനായാലും എന്നെ ഫർഗീസ്, ഞാൻ പറഞ്ഞില്ല ഏട്ടൻ രാജേട്ടൻ, പ്രസാദ് സാറ്, ശങ്കരാടി ചേട്ടൻ. ഞാൻ ശങ്കരാടി ചേട്ടൻ അസിസ്റ്റന്റ് ആയിരുന്ന കാലത്തെ വർക്ക് ചെയ്തിട്ടുള്ളൂ. എന്തിനാണ് ഇവരൊക്കെ ഇത്ര കുറെ കാലം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആലോചിച്ചു. ഇവരെ കൂടെ വർക്ക് ചെയ്തു കുറെ കാലം കഴിയുമ്പോൾ ന്യൂജൻ കുട്ടികളുടെ കൂടെ അഭിനയിക്കുന്നു. അപ്പം നമ്മളിപ്പോ ജോലി എടുക്കുന്ന ആളെന്നുള്ള നിലയിൽ ഇവരുടെ കൂടെ അഭിനയിച്ചു നോക്കൂ, എന്തോ അവസ്ഥ? അതെനിക്ക് തോന്നിയൊരു കാര്യം, നമ്മള് സിനിമ കാണുമ്പോൾ അവർ കണ്ട് ആരാധിച്ചവരെ വന്ന് അവർക്കൊപ്പം പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, അവരെ വെച്ച് പ്രവർത്തിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. മറ്റേന്ന് പറഞ്ഞാൽ നമുക്ക് ശേഷം വന്നിട്ടുള്ള ഒരു കുട്ടികളാണ് അവർ. ഒരുപക്ഷെ ഒരു കംഫർട്ട് ലെവൽ നമ്മുടെ ന്യൂജന്റെ കൂടെയാണോ? എനിക്ക് ന്യൂജന്റെ കൂടെ കംഫർട്ട് ലെവൽ ഉണ്ടെങ്കിലും നമുക്ക് ഒരു വലിയ ഒരു വലിയ സ്ഥലത്ത് അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ കൊതിയുള്ളിടത്ത് നിൽക്കാനാണല്ലോ ആഗ്രഹം. അതൊരു കൊതിയില്ലേ? അപ്പൊ ഞാനിപ്പോ പറയാം, അമ്മയിൽ മെമ്പർഷിപ്പ് എനിക്ക് ഞാൻ ആദ്യത്തെ പടത്തിന്റെ പൂജയ്ക്ക് ഞാൻ മണിമുള്ളരാജ് ചേട്ടനുണ്ട്. അപ്പം ഈ സിനിമയിൽ ജോണി ആന്റി അഭിനയിക്കുന്നുണ്ട്. ജോണി ആന്റി ഞാൻ അങ്ങോട്ട് കയറി പോന്നേരത്തെ അമ്മയിലൊരു മെമ്പറും കൂടെ ആയി കേട്ടോ എന്ന് പറഞ്ഞ് രാജേട്ടൻ. ഞാൻ രാജേട്ടനെ നോക്കി. അത് ഞാൻ മെമ്പർഷിപ്പ് എടുത്തപ്പോൾ രാജേട്ടൻ ആദ്യം വിളിച്ച് ആണോ? ഉടനെ തന്നെ ഞാൻ 4ാമത്തെ ജനറൽ ബോഡി ഇപ്പൊ കൂടിയത്. ഞാൻ എടുത്തെന്നു. പിന്നെ മാക്ടേ സംസ്കൃതങ്ങളുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ എനിക്ക് അമ്മയെ കയറുമ്പോൾ ഒറ്റ ഇതേ ഉള്ളൂ, എനിക്ക് ജനറൽ ബോഡി ഈ പറയുന്ന സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ മുഴുവൻ. പിന്നെ സിനിമ 2 വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്നു. ഇപ്പം മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ് ഏട്ടൻ, ജനു ഏട്ടൻ, അങ്ങനെ കുറേ എനിക്ക് സന്തോഷം. എനിക്ക് മുമ്പുണ്ടായിരുന്ന ഞാൻ കണ്ടിട്ടുള്ള അവരെ കാണുന്നത് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഉള്ളവരെ കാണാൻ ആഗ്രഹമില്ലെന്നല്ല, പക്ഷെ അതിന്റെ ഒരു സന്തോഷം വേറെ. അതെ.